ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു പാവയ്ക്ക മസാല ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 3 പാവയ്ക്ക എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. എന്നാലും ഇതിനെ ഒന്ന് ഇങ്ങനെ വട്ടത്തി അരിഞ്ഞു കൊടുക്കും, ചെറിയൊരു കനത്തിൽ കേട്ടോ. ഇങ്ങനെ വട്ടത്തി അരിഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്തെ കുരുവില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണേ. അപ്പം ഞാൻ ഇത് മൊത്തം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കട്ടെ. ഇച്ചിരി കനം വേണേ. കുരു കാണരുതേ, കാര്യം മുറ്റ് കുരുവൊക്കെ കാണും. അത് നമുക്കത് കഴിക്കുമ്പോൾ കടിക്കും കിടക്കും. ഞാൻ പാവയ്ക്ക എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് കുറച്ചുപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുകൂടി ഉപ്പിടും. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരവി വെച്ചേക്കണേ. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണേ. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് മസാലയ്ക്കുള്ള എല്ലാം തുടങ്ങാം. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയേ. ഇനി ഇത് നമുക്ക് കണ്ടോ, ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ഇതിനകത്തുനിന്ന് വെള്ളം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റേ. ചെറുതായിട്ടൊന്ന് ഞാൻ അധികം അങ്ങ് പിഴിയുന്നില്ല. നമ്മൾ പാവയ്ക്കൊക്കെ ഇത് വെള്ളം ഒഴിച്ച് അരിയുന്നതിന് മുമ്പേ വെള്ളം ഒഴിച്ച് കഴുകിയ പാവയ്ക്ക. എന്നിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ആ കയ്പ്പ് ഭയങ്കര കയ്പ്പല്ലേ, അന്നേരം ആ കുറച്ച് വെള്ളം അതിനകത്ത് നിന്നുള്ള പോയി. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ച് കഴുകുമൊന്നും വേണ്ട. ഇത് നമുക്ക് ഈ വെള്ളം വേണ്ട. നമുക്ക് ഈ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇതൊന്ന് മാറ്റും, വെള്ളമയമൊക്കെ ഒന്ന് മാറ്റാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടട്ടെ. അതിനകത്തൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് ഈ പാവയ്ക്കയില്ലേ, ഇതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി
ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ടിട്ട് അടച്ചു കൊടുക്കേ. നല്ല മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിട്ട് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞില്ലേ, എന്നാലും ഇതിന് ഉപ്പിടണം കുറച്ചുകൂടെ. ഇനി ഇതൊന്ന് ഒരു കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് തീ കുറയ്ക്കാം. എന്നൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ പാവയ്ക്ക നോക്കേ. പാവയ്ക്ക അധികം ഇട്ട് അടച്ചിടരുത്, വെന്ത് കുഴഞ്ഞു പോരുത്. ഒരു 2 മിനിറ്റ് തീരെ ചെറിയ തീ ആയിരിക്കണേ. ഇത് മതി. ഇനി ഇതിൽ ഞാൻ 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കഴിയുന്നു. നല്ല മിക്സ് ചെയ്യേ. ചെറുതായിട്ട് തീ ഒന്ന് മീഡിയത്തിൽ വെക്കേ. ഇനി അടയ്ക്കണ്ട. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ കിടക്കട്ടെ. ചെറു തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ പാവയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേ. എല്ലാം അടിയിലെത്തി മീഡിയത്തിൽ കിടക്കുക. ഇനി കവർ ചെയ്തേ. ഇനി ഇതിൽ നമുക്ക് മസാല എടുത്ത് കൊടുക്കേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയേ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഈ ഒരു കറിയും തൈരും ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയേ. കയ്പൊന്നും നമുക്കറിയില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ കിടക്കട്ടെ. തീ ഒന്ന് ശകലം ഒന്ന് കുറയ്ക്കേ. തീരെ കുറയ്ക്കണ്ട, ശകലം കൂടെ കുറയ്ക്കാം. എന്നിട്ട് അതൊന്ന് കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേ. ഇതിൽ
കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കേ, 1 ടീസ്പൂണിനകത്ത് കുറച്ച് മതി. ആ ദേ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഇതെല്ലാം നല്ല മിക്സ് ചെയ്യണേ. ആ പുളിയുടെ ഇത് നമുക്ക് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം. തീ കുറച്ചും കൊടുക്കാം. നമ്മൾ പാവയ്ക്ക മസാല നോക്കാം. ഇനി ഇതിൽ കുറച്ച് ഒരു 1 ടീസ്പൂണേ ഉള്ളേ കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഇത് കഴിക്കേ, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യേ. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകാൻ പോകുന്നുണ്ട്. ഇനി ഇത് ചപ്പാത്തിയോടൊക്കെ ഏറ്റവും നല്ലൊരു കറിയായിരുന്നു. ചപ്പാത്തിക്കൊക്കെ, ചോറിന് ഞാൻ പറഞ്ഞില്ലേ തൈര് മോരടച്ചിട്ട്, അയ്യോ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല, കുറച്ച് മല്ലിയില, മല്ലിയില ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കേ. അടച്ചു കണ്ട അത് ഇനി വെള്ളമയം വേണ്ട. ഇനി ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവേ. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. ഇതിൻ്റെ മുമ്പിൽ മീനങ്ങും ഒന്നുമല്ല. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് കഴിക്കാനായിട്ട്, ചോറൊക്കെ ഉണ്ണാനായിട്ട്. അടിപൊളി കറിയാണ്. മോര് മാത്രം മതി എൻ്റെ കൂടെ. എനിക്കിതിനകത്ത് പറയാൻ പാടില്ലേ, അത്ര ടേസ്റ്റാണ്. പാവയ്ക്ക എല്ലാം എങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതല്ലേ. കണ്ടില്ലേ നമ്മുടെ പാവയ്ക്ക മസാല. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് എഴുതാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം